എന്താ പറ്റി പ്രജകളെ? എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? രാജൻ, നമ്മുടെ അപൂർവമായ സാധനം ഒരാൾ മോഷ്ടിക്കാൻ നോക്കി. അവനെ അയാൾ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. മഹാരാജൻ വന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാറ്. ശരി, ഇനി ഞാൻ നേരി വന്ന് അവനടുത്ത് കാര്യങ്ങൾ പറയാം. എന്നെ ഇവിടുന്ന് വിട്. നിങ്ങളെന്നാത്ര എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കണം. എല്ലാം മഹാരാജൻ വന്നിട്ട് നിന്റെ അടുത്ത് പറഞ്ഞോളൂ. രാജാവിൻ്റെ മുന്നിൽ കട്ട കാരണം ഇതിൻ്റെ ശിക്ഷ മരണമാണ്. എന്തോ നീ വന്ന് എനിക്ക് കാണാമെന്ന് തോന്നി. എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കാണുക. നിനക്കെന്തോ ആപത്ത് വരാൻ പോണേ. നിന്നെ പുനർജന്മം നീ ഏതോ രാജാവായൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. എനിക്ക് നിന്നെ കണ്ടിത് പറയുന്നുണ്ടായിരുന്നു. ജീവനാണ് ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു. ഫൈനലി നിന്നെ ഞാൻ കണ്ടു. എന്നെ ആൾക്കാരെന്നെ അടിച്ച് കൊന്നല്ലേ. ഇതിപ്പോൾ ഒരു ചത്ത പോലെ അവിടെ ഇരിക്കുമല്ലേ. നിനക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്താറിന് എന്തെങ്കിലും കുഴപ്പം വരുമായിരുന്നു? വാട്ട് ഈസ് യുവർ റിയൽ നെയിം? ആരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയി നോക്കട്ടെ. എന്തിനാ ഇവിടെ വന്നേ? എൻ്റെ മേത്ത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അടുത്ത തവണ നിന്നെ മേത്തടിക്ക് ഷൂട്ട് ചെയ്യുന്നത്. 25 കോടി വരാം. നിന്നെ ആ ചവിട്ടനെ അടക്കിയേക്കുന്ന സ്ഥലം എനിക്ക് താ. നിന്നെ അച്ഛനെ പോയി നോക്കിയവനല്ല. അവൻ്റെ ശരീരം എനിക്ക് തന്നേക്കാം. എനിക്ക് അവിടെ നിന്ന് ഒരു വിലപ്പെട്ട സാധനം വേണം. അതെടുത്തതിനിട്ട് ആ ശരീരം ഉൾപ്പെടെ എല്ലാം നിനക്ക് നയിക്കാം. പകരം അടക്കിയേക്കുന്ന സ്ഥലം എനിക്ക് തരില്ല. 25 കോടി ഞാൻ വില പറയുക. ശരി. ഇതിനകത്ത് സാധനം ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് കുഴിച്ചിട്ട് ഇതിനകത്ത് നീ ഡെഡ് ബോഡി മാത്രമേ കിട്ടിയോളൂ. എന്താ സാറേ പറയുന്നത്? ഇന്ന് ഡെഡ് ബോഡി അല്ലാണ്ട് വേറെ എന്നെ കിട്ടാൻ. ഈ പുകയൊക്കെ ഇതാരാ? ആരാ ഇത്? ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യില്ല. നിന്റെ ഞാനും എല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന അറ്റാർന്ന് ടൈം ട്രാവൽ. ആ ടൈം ട്രാവൽ ചെയ്യാനുള്ള അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്.
കഷ്ടപ്പെട്ട് കുഴിച്ചങ്ങ ഞാൻ, എന്നിട്ട് നീ അതെടുത്തോണ്ട് ഓടാൻ നോക്കുന്നോടാ. നീ എന്നാ ദുഷ്ടനാടാ. പറ്റുവാണെ വന്ന് പിടിക്കടാ. നിക്കടാ, നിന്നെ ഇത് പിടിച്ചിട്ടേ ഉള്ളൂ. നീ എവിടെ ഓടിയാലും കുഴപ്പമില്ല, അങ്ങനെ നിങ്ങൾ നിന്നെ വന്ന് പിടിക്കുമെന്ന്. ഇരാത്ത നിധി ആരും കൂട്ടാണ്ട് നോക്കണം. കാലപ്പഴക്കണ ഈ സ്ഥലങ്ങൾക്ക് വ്യത്യാസം വരും. എന്തായാലും ഈ നദിക്ക് ഒരു വ്യത്യാസവും വരാണ്ടിരിക്കണം. പക്ഷേ കാലപ്പഴക്കന് വ്യത്യാസം വരുന്നതോടെ അവകാശികൾ മാറി മറിഞ്ഞു വരും. കുറേ നാളിന് ശേഷം ഞാനും എൻ്റെ അവകാശികളുമായിരിക്കും ഇതിന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴും നിങ്ങളിതിന് പുറകെ കാണണം. ഇത് ഒരു ദുഷ്ടശക്തിയെ ജയിക്കിട്ടിയാൽ ഇവനിൽ പ്രപഞ്ചത്തെ മാറ്റി മറിക്കും. നല്ലവരായ ഇവരെ കൈ കിട്ടുമെന്നാണ് ശാസ്ത്രം ഉജ്ജ്വലിക്കുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി കിടക്കുക. ഇത് കൈ കിട്ടിയോട്ട് എൻ്റെ പുറകെ ഒരു കൂട്ടം ശത്രുക്കളാണ്. നിങ്ങളിത് നോക്കണം. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ കിഴക്കറ്റത്തെ രാജ്യത്തിലേക്ക് പോവാം. നിങ്ങളിത് നോക്കണം. ഞാൻ തിരിച്ചു വന്നവരെ ഒരു കുഴപ്പവും വരാട്ടിയത് നോക്കിക്കോളാം. എന്നാലും ഇതൊരു ദുഷ്ടശക്തി കിട്ടിയ പിന്നെ ഇവിടെ സമയത്തിനും കാലത്തിനുമൊക്കെ വ്യത്യാസം വരാൻ പോവുക. നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരുത്തനും ഇത് കൊണ്ടുപോകരുത് ഇവിടുന്ന്. നമ്മളോട് ക്ഷമിക്കണം. അത് ഒരാള് തട്ടിക്കൊണ്ടുപോയി പ്രഭു. ആരോ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ഞങ്ങൾക്കറിയാം പ്രഭു. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. തിരിച്ചു കൊണ്ടുവരണം പ്രഭു. ഇത് ചെയ്തവനെ ഇന്ന തോക്കിനോട് അവൻ സംസാരിക്കേണ്ടി വരും. ഇനി അവനെ തല എൻ്റെ കയ്യിലായിരിക്കും. ആരാ ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ന് അവൻ്റെ മരണം എൻ്റെ കൈയും കൊണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകാൻ നോക്കിയോളാ. ഇന്ന് ഒന്നേ നീയോ അല്ലേ ഞാനോ? ഞാൻ വരുവാടാ. വാടാ വാടാ, ഞാനിവിടെ തയ്യാറായിരിക്കുക. നോക്കാം, ഒന്നേ നീയോ അല്ലേ ഞാനോ എന്നിവിടുന്ന് ഒരാൾ മാത്രമേ ജീവനോടെ പോകാൻ പോകുള്ളൂ. സാധനം നിനക്ക് വേണേ, നീ ഞാനായിട്ട് യുദ്ധം ചെയ്യടാ. ഇതേതാ കാലഘട്ടം? ഇതേതാ ഇത്രയും വലിയ? ഇതെന്നെ കൊട്ടാരത്തേക്കാളും വലുതാണല്ലോ ഇതൊക്കെ. ഇവിടെ എന്താ നടക്കുന്നത്? നീ ആരാ? അങ്ങോട്ട് വയ്ക്കേണ്ടി തോന്നിയല്ലേ? താനാറാ? കുതിരപ്പുറത്തൊക്കെ വന്ന നീ ഒറ്റ ടൈഗറല്ലേ? നീ മരിച്ചു പോയല്ലേ? നീ എങ്ങനെയുടെ ജീവനോടെ വന്നേ? ജയിച്ച ആളെങ്ങനെ ജീവനോടെ വന്നേ? അപ്പം ഞാൻ ജീവനോടെ വന്നയോ? നീയൊക്കെ കൂടെ എന്നെ കല്ലറയുടെ അടിയിൽ തൊളിപ്പിച്ച് വെച്ചേക്ക് പറഞ്ഞല്ലേ? നിങ്ങളൊക്കെ തേടി അടക്കുന്നേ അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെല്ലാവരും തേടുന്ന ഈ ഒരു ഒറ്റൊരു സംഭവമല്ലേ? പറ്റുവാണ് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാം. ഇതാണല്ലേ നിങ്ങൾ ടൈം ട്രാവലിന് ഉപയോഗിക്കുന്നത് ആ ഒരു ഗോൾഡൻ പ്രതിമ. പറ്റുവാണ് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകണം. ഞാൻ മരണമില്ലാത്തവനാണ്. കാലം എത്രയോ കടന്നുപോയി. എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിപ്പോൾ നടന്നു തുടങ്ങി. സൈബർ പോലീസായിട്ടുള്ള ഗോസ്റ്റിൻ്റെ ഇപ്പം മരണം വന്നേക്കുക. അടുത്ത ടൈഗറായിരിക്കും മരിക്കാൻ പോണെ. ഇതിൻ്റെയൊക്കെ തടയാൻ വേണ്ടി ഞാൻ പറ്റാം. ഇവരൊക്കെ തെരിയുന്ന ഒറ്റ ഒന്ന് മോട്ടക്സ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന?